ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുക്കളയിൽ ഇങ്ങനെ ചകപക പണികളുണ്ടായിരുന്നു. മീൻ നന്നാക്കി, മീൻ കഷ്ണങ്ങളാക്കി, നുറുക്കി, പീസസ് ആക്കി ഇതാ നമ്മുടെ സുന്ദരിക്ക് കഴിക്കാനായിട്ട് അങ്ങ് കൊടുത്തു. രാവിലെ തന്നെ കൊടുത്തു. അതിൻ്റെ പൊന്നോ, എട്ടാം വല്ലം നോക്കാണ്ട് അങ്ങ് തട്ടി വിടുകയാണ് ആശാത്തി അറിയാലോ. സുന്ദരി ഒരു ആൺകുട്ടിയാണ്, പേര് സുന്ദരി എന്നാണ്. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ ഒരു രസമുണ്ട്. അതിൻ്റെ കഴുത്തൊക്കെ ചങ്കൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ബെറ്റാഡീനൊക്കെ തേച്ച് മെഡിസിനൊക്കെ കൊടുത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അപ്പുറത്ത് നിന്ന് വേറൊരു ആശാത്തി നോക്കുന്നുണ്ട്. ആശാത്തിയാണോ ആരോ ആണട്ടെ, ഒരു അവൻ്റെ വർഗത്തിൽപ്പെട്ട ഒരാൾ. പക്ഷേ ഇങ്ങോട്ട് അടുക്കുന്നില്ല. എന്തോ ഞങ്ങളെ കണ്ടത് കൊണ്ടാണോ എന്താണെന്നറിയില്ല. എന്തായാലും ഡുണ്ടുമോനല്ല കേട്ടോ. ഡുണ്ടുമോൻ വന്നിരുന്നു. പിറ്റേ ദിവസം തന്നെ വന്ന് സുന്ദരീനെയൊക്കെ പേടിപ്പിക്കലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളവനെ നോക്കി നിന്ന് പേടിപ്പിച്ചു. അവൻ അവിടെ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കെടുപ്പാണ്. പിന്നെ അവിടെ ഇരുന്നു, പിന്നെ നരങ്ങി. അങ്ങനെ അവൻ അങ്ങ് പോയി. ഞാൻ നേരെ കിച്ചണിലേക്കും അങ്ങോട്ട് വന്നിട്ടാ. സുന്ദരീനെയൊക്കെ നോക്കി നിന്നതിന് ശേഷം ഇവിടെ എത്തി. എന്നിട്ട് കിച്ചണിലെത്തി. വേഗം തന്നെ ഒരു ചീഞ്ചട്ടി അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം ചട്ടി അടച്ചു. ചീഞ്ചട്ടി അല്ലല്ലോ, ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഒരു നല്ലൊരു മീൻ കറി ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ ഞാൻ. അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തു. ഇനി അത് ചെറിയ തീയിൽ കിടന്ന് അങ്ങനെ അങ്ങോട്ട് വരട്ടെ. അപ്പോഴേക്കും അതൊരു വിധം മൂപ്പാവണം. ഒരു പച്ചമണൊക്കെ പോയതിന് ശേഷം മാത്രം നമുക്ക് നമ്മുടെ ഉള്ളിയും തക്കാളിയും കുടംപുളിയും പിന്നെ പച്ചമുളകും ഒക്കെ ചേർക്കണം. അപ്പൊ അത് ആയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കിത് വീണ്ടും ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം മുളക് പൊടിയുടെയൊക്കെ മണം വരുമ്പോഴേ ചുമ വരുള്ളൂ. ചിലവന്ന് കുറച്ചുകൂടി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ആയിക്കോട്ടെ. കുറച്ച് ഉപ്പ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് എന്നിട്ട് പറയാനുള്ളത് എന്ന് വെച്ചാല്, ഇതങ്ങട് ഒത്തിരി വഴഞ്ചങ്ങട് വരുമല്ലോ. അപ്പൊ സിമ്മിൽ തന്നെ ഇട്ടിച്ചിരിക്കുന്ന ചട്ടി 2-3 തെറിച്ച് പോയിട്ടുണ്ട് എൻ്റെ കയ്യിന്ന്. ഇന്നലെ ഞങ്ങള് അടിപൊളി ഒരു സിനിമ കണ്ടു കേട്ടോ. നല്ല അടിപൊളി പടമായിരുന്നേ. കുഞ്ചാക്കോ ബോബന്റെ ഒരു നല്ലൊരു പടം, നല്ല പടമായിരുന്നു. എന്താ പറയാ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുഞ്ചാക്കോ ബോബന്റെ പടം. ഉന്മാദം നല്ല പടമായിരുന്നു, ഉന്മാദം. അപ്പൊ അതുകൊണ്ട് എനിക്ക് വർക്കായിട്ടാ. ചേട്ടന് അത്ര ഇഷ്ടപ്പെട്ടില്ലാന്ന് പറഞ്ഞു. എന്നാലും ഒരു ഭയപ്പെടുത്തുന്ന ഒരു പേടിക്കുന്ന ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ട്. എനിക്കതിലൊക്കെ വിശ്വാസമുള്ളതുകൊണ്ടേ ഞാൻ അതിൽ വിശ്വസിക്കുന്നു. അപ്പൊ ഇനി ഇതിവിടെ കിടന്ന് വെള്ളം കുടിച്ച് വെച്ചിട്ട് ഒന്ന് തിളക്കട്ടെ, തിളച്ച് മറിയട്ടെ. ഞാനേ നാളികേരം അരച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നാളികേരം അരച്ച് ചേർക്കണ്ടേ. അപ്പൊ നാളികേരം അരച്ചങ്ങ് ചേർക്കാന്ന് വിചാരിച്ചു. നാളികേരം അരച്ചത് മീൻ നന്നായി തളച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നാളികേരം അരച്ചത് ഞാൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ സെറ്റ് ആകുമ്പോഴേക്കും ഇത് കറിയും സിനിമ അടിപൊളി സിനിമയാട്ടോ. ഉന്മാദം എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസ് ഓഫീസറുടെ ഒരു കഥയാണ്. ആ കഥ എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയാ, നമ്മള് സാധാരണ നമ്മൾ വിചാരിക്കും പ്രേതം, ഭൂതം, പിശാചുക്കൾ എന്നൊക്കെ പറയുന്ന പോലെ ആത്മാക്കളും പോലീസുകാരും നാട്ടുകാരും വീട്ടുകാരും കുട്ടികളും ഒക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു പടമാണ് ഉന്മാദം എന്ന് പറയണത്. അത് കാരണം കണ്ടിരിക്കാൻ നല്ല രസമാണ്. നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരിക്കൽ കൂടി അത് എന്താ സംഭവം എന്നും കൂടിയും കാണണം. എന്നിട്ട് ചേട്ടനും വർക്കായിട്ടോ. സത്യം പറഞ്ഞ ചേട്ടന് പേടിയുണ്ടായിരുന്നു. ഞാൻ പറയാം, പറഞ്ഞുതരാട്ടോ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ചേട്ടന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം.
നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മീൻകറി. അപ്പൊ മീൻകറിയിൽ ഇപ്പൊ തക്കാളി, സവാള, പച്ചമുളക്, പിന്നെ ഇത് കുടംപൊടി ഒക്കെ ചേർത്തിട്ടുണ്ട്. ഈ പാത്രം ഒന്ന് ഇങ്ങനെ ചിപ്പിച്ച് വയ്ക്കും. അതിൽ ഒരുമിച്ച് ഒന്ന് കഴുകാം. അതാണ് വേണ്ടത്. ഇനിയിപ്പോ എനിക്ക് വയ്ക്കട്ടെ. ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വേഗം വരുമ്പോഴേക്കും നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലപോലെ തിളച്ചു, നാളികേരം നല്ലപോലെ തിളച്ച് മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് ചാറോട് കൂടിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അധികം വറ്റിക്കേണ്ട, വെള്ളം അധികം വറ്റിക്കേണ്ട, ഇത്തിരി ചാറ്. ഞങ്ങൾ തൃശ്ശൂർക്കാർ ചാറെന്നാണ് കേട്ടോ പറയുക. നമ്മൾ ഗ്രേവിക്ക് ചാറെന്നാണ് പറയുക, ഗ്രേവി എന്നൊന്നും പറയില്ല, കൂട്ടാൻ്റെ ചാറ്. അപ്പോൾ അതെടുത്തിട്ട് ഇപ്പോൾ ഞാൻ ചാളയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ചാള എന്ന് പറഞ്ഞാൽ ഫ്രഷ്, ഒരുപാട് ഫ്രഷ് ചാളയൊന്നും അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേഗം ഉള്ള ചാള മൊത്തം എടുത്തിട്ട് അങ്ങോട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇനി അത് ഫ്രിഡ്ജിലേക്ക് വെച്ച് വീണ്ടും അതിനെ നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം തന്നെ അത് കറി എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. വേഗം കറി ഉണ്ടാക്കി വയ്ക്കാമല്ലോ, ഒന്ന് കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് അത് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തോ ഒന്ന് ചെയ്തപ്പോൾ അത് മ്യൂട്ടായി പോയി, എനിക്കത് വോയിസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓരോ കൊടുക്കുന്നത്. പിന്നെ ഇന്നലത്തെ ഉന്മാദ സിനിമയിലെ അടിപൊളി പടമാണ് കേട്ടോ. ഒന്നുകൂടി പറയുകയാണ് ഞാൻ, നിങ്ങളെല്ലാവരും പോയി കാണണം. ഉന്മാദ അടിപൊളി പടമാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി ഒരിക്കൽ കൂടി കാണണമെന്നും ആഗ്രഹമുണ്ട്. മീനങ്ങ് നല്ലപോലെ അങ്ങ് തിളച്ച് റെഡി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. മീൻ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി അങ്ങ് നോക്കാം, ഇളക്കി നോക്കാം. മീനൊക്കെ ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കുറച്ചൊക്കെ. അപ്പോൾ നമുക്ക് ഇനി ഇത് ഇറക്കാം. ഒരു 10 മിനിറ്റ് ഞാൻ സിമ്മിലിട്ട് വേവിച്ചു. ഒന്ന് 2 പ്രാവശ്യം തിളപ്പിച്ചതിന് ശേഷം ഇറക്കി വയ്ക്കാം കേട്ടോ നമുക്ക്. ഇനി നമ്മളുടെ പ്രോസസ്സിങ്, അയ്യോ നല്ല ചൂടായിട്ടല്ലേ ജനിച്ചിട്ടി, മൈ ഗോഡ്. ഈ എന്താ പറയുക, ഒന്ന് എടുക്കട്ടെ, ചെനിച്ചിട്ട് ഭയങ്കര ചൂടായിപ്പോയി. നമുക്ക് ഉള്ളിയിട്ട് കൊടുക്കാം. ഈ കുറച്ച് എണ്ണയിൽ ഉള്ളി ഇങ്ങനെ ഇട്ട് മൂപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ മീൻ കറിക്കൊക്കെ ഒരു സ്വാദ് തോന്നുള്ളൂ. പച്ചവെളിച്ചെണ്ണ ഒഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കും ഇതിലിത്തിരി ലേശം. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇത്തിരി വെളിച്ചെണ്ണ മാത്രമാക്കി വെച്ചിരിക്കണത്. പച്ചവെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഉള്ളി അങ്ങ് നന്നായി മൂത്ത് വരട്ടെ. നിങ്ങൾക്കറിയാലോ, ഞാനിങ്ങനെ ഈ ഒരു ഉള്ളി മൂക്കണ ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം ഇങ്ങനെ വഴന്ന് ഇത്ര മതി കേട്ടോ, അല്ലാണ്ട് കരിഞ്ഞൊന്നും പോവണ്ട. ഇത്തിരി മൂത്ത് അങ്ങനെ ഇട്ടാൽ മതി. അതിൻ്റെ ഒരു മണവും അതിൻ്റെ ഒരു രുചിയൊക്കെ ഒന്ന് വ്യത്യസ്തമാണ്. വേപ്പിലയുണ്ട് ആശാനെ, നമുക്ക് വേപ്പില ഉണ്ടായിരുന്നു കേട്ടോ കയ്യിൽ, അതുകൊണ്ട് ഞാൻ മറന്നതാ. ഇല്ല, എപ്പോഴും വേപ്പിലില്ല എന്നല്ലേ ഞാൻ പറയാറ്, അതുകൊണ്ടാണേ. അപ്പോൾ ഇപ്പോൾ ഇത്രയും വന്നാൽ മതി. നമുക്ക് ഇതിൽ മുളക് പൊടി ഇപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ. നമുക്ക് മീൻ കറിയിലേക്ക് ഒഴിക്കാം. അങ്ങനെ മീനിൽ കൂട്ടാൻ കാശി ഒഴിച്ചു. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ പാത്രം ഇങ്ങനെ ഇടച്ച് വയ്ക്കുക. അജിന്തി പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.